ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു കടലക്കറി ഉണ്ടാക്കിയാലോ? അതിന് 1 കപ്പ് കടല തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കണം. ഈ കുതിർത്ത കടലയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾ, കടല മുങ്ങി നിൽക്കുന്നത്ര വെള്ളവും ഒഴിച്ച് 4-5 വിസിലിന് വേവിക്കുക. കുക്കറിനനുസരിച്ചാവും വിസിലുടെ എണ്ണം തീരുമാനിക്കേണ്ടത്. മിക്സി ജാറിലേക്ക് 1 പിടി തേങ്ങയിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക. ജീരകവും കുരുമുളകൊന്നും നമ്മളിതിൽ ഇടുന്നില്ല. ഇനി ഒരു കടായി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, 2 വറ്റൽമുളക് പൊട്ടിച്ചത്, ഒരു 10 ചെറിയുള്ളി തിന്നായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റുക. ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് പിങ്ക് കളറൊക്കെ ആകുമ്പം അതിലേക്ക് ഒരു 2 സവാള ചെറിയ പീസസായി മുറിച്ച് ഇട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റണം. ഇത്തിരി ക്ഷമ വേണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് ഒന്ന് വഴറ്റുക. ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാൻ. മസാലകളൊന്നും കരിയരുത്. മസാല കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ മണമേ മാറും, കയ്പ്പ് രസം വരും അതിന്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട് കുറച്ച് കടല നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ വെള്ളം മുഴുവൻ വറ്റണം, എന്നാലേ കടലയിൽ മസാലകളെല്ലാം പിടിക്കുകയുള്ളൂ. നമ്മുടെ വെള്ളം ഒന്ന് വറ്റിയ ശേഷം വേണം നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാൻ. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. മിക്സി ജാർ കഴുകിയ വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ആയ ശേഷം നമ്മുടെ കടലക്കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കണം. എപ്പോഴും കറിയിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിക്കാൻ, തണുത്ത വെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, കടലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. തിളച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് ഉപ്പും മുളകും ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. കറി കുറച്ച് സമയം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുമ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു വരും. അപ്പോൾ 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിത്തഴയും ഇട്ട് തീ ഓഫ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. കുറച്ച് സമയം അടച്ച് വയ്ക്കുമ്പം നമ്മുടെ കറി നല്ല തിക്കായിട്ട് വരും. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് ഈ കറി ഇനി ആപ്പത്തിനോടൊപ്പമോ പുട്ടിനോടൊപ്പമോ ചപ്പാത്തി, ബ്രെഡ്, ചോറ് എന്തിനോടൊപ്പമാണെങ്കിലും നല്ല ടേസ്റ്റോടെ കഴിക്കാം. ഇന്നിപ്പോൾ ഇവിടെ ആപ്പമാണ്. ആപ്പച്ചട്ടി നല്ലപോലെ ചൂടായ ശേഷം വേണം മാവ് ഒഴിക്കാൻ. മാവ് ഒഴിച്ച് ബബിൾസ് എല്ലാം വന്ന് പൊട്ടിയ ശേഷം മാത്രം നമ്മൾ അടച്ച് വയ്ക്കാം. ശേഷം ലോ ഫ്ലെയിമിലിട്ട് വെന്ത ശേഷം നമുക്ക് ആപ്പം എടുക്കാം. നല്ല സോഫ്റ്റ് ആപ്പമാണത്. കടലക്കറിയും കൂട്ടി നമുക്കൊന്ന് പിടിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഈ കറി വീട്ടിലുണ്ടാക്കി എല്ലാവർക്കും ഒന്ന് കൊടുക്കുക. എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഡിയർ.